ജോൺ ബ്രിട്ടാസ് ഇന്നലെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരുന്നു ഇവരുടെ ഈ പറയുന്ന ആരാണ് കാമാക്യ നാരായണന്റെയും ആ നിർമ്മാതാവിന്റെ വാർത്താ സമ്മേളനം. തമാശയായിരുന്നു. എവിടുന്ന് കുറച്ച് സ്ത്രീകളെ അണിനിരത്തി അവരോട്. പക്ഷേ മാധ്യമങ്ങൾക്ക് വേണ്ട അനുവാദമില്ല. അതിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ആരുമില്ല. ഒടുവിൽ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ വാരി ചുരുട്ടി ഓടി. മലയാള മാധ്യമപ്രവർത്തകരെ പേടിച്ചിപ്പോൾ അക്കൂട്ടം നടക്കാണെന്ന് പറയും. എന്തെങ്കിലും ആട്ടെ, താങ്കൾ എൻ ഡി ടി വിക്ക് കൊടുത്ത അഭിമുഖത്തിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് താങ്കൾ പറഞ്ഞത് പ്രൊപ്പഗണ്ട സിനിമയല്ല, സെപ്റ്റിക് ടാങ്ക് സിനിമയെന്നാണ്. അങ്ങനെയാണെങ്കിലും അതങ്ങനെ പറയാൻ പാടുണ്ടോ ശ്രീ ജോൺ ബ്രിട്ടാസ്? അല്ല, അതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മലയാളിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, മുനിസിപ്പൽ ഗാർബേജ് വേസ്റ്റ് നമ്മുടെ ഭൂമുഖത്തിട്ടാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ലോകത്തിന് മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനം, 3 മതവിഭാഗങ്ങൾ സമാധാനത്തോടെ മതമൈത്രിയോടെ ജീവിക്കുന്ന ഒരു പ്രതലം. ഈ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഈ രൂപത്തിൽ വക്രീകരിച്ച് ധ്രുവീകരണത്തിന് വേണ്ടി ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? മാത്രമല്ല, ഇന്നലെ ഹാബിറ്റാറ്റ് സെൻറ്ററിൽ അവർ നടത്തിയ പത്രസമ്മേളനം ഒരു ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒരു പ്രതിഫലനമായിരുന്നു. എവിടുന്നോ ഒരു 10-30 പേരെ കൊണ്ടുവന്നു. കേരള സ്റ്റോറി 2 എന്നാണ് പേര്. ഒരു മലയാളിയെ പോലും അവിടെ കൊണ്ടുവന്നില്ല. അത് ചോദ്യം ചെയ്ത മലയാള മാധ്യമപ്രവർത്തകരോട് ഈ സിനിമയുടെ ശില്പികൾ പറയുകയാണ്, സിനിമ അതൊന്നും വിളിക്കാൻ പറ്റില്ല ആഷ്മി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് ഷൂട്ട് ചെയ്തൊരു സാധനമേ പറയാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തെ നന്മയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ഒരു സിനിമ എടുത്തിട്ട് പറയുകയാണ്. അതായത് കേരളത്തിൻ്റെ ഇത്രയും നല്ലൊരു സംസ്ഥാനം, പ്രകൃതി ഭംഗിയുള്ളത്, ആ സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പ്രസക്തമായിട്ട് 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏതാനും വർഷം മുമ്പ് പാർലമെൻറ്റിൽ സമർപ്പിച്ച ഒരു വിശദീകരണമുണ്ട്. ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റിപ്ലൈ, ഇത് ലോക്സഭയിൽ ഒരു നക്ഷത്ര ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് പറയുന്നതാണ്. നോ സച്ച് കേസ് ഓഫ് ലവ് ജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി സെൻട്രൽ ഏജൻസീസ്. ഇതാണ് ലോകസഭയിൽ വന്ന ചോദ്യം. ഇതിന് ശേഷം സുപ്രീം കോടതിയിലൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നു. ഏതാനും കേസുകൾ NIA-ക്ക് റെഫർ ചെയ്തു. NIA-യുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഡൽഹിയിൽ നിന്നിറങ്ങുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അവരെന്താ പറഞ്ഞത്? ഇതിൽ ലവ് ഉണ്ട്, ജിഹാദില്ല, പ്രണയ പരാജയം മുൻനിർത്തിയുള്ള ആരോപണങ്ങളാണ്. ആരാ പറയുന്നത്? NIA. ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഈ വസ്തുത ഇങ്ങനെ ആയിരിക്കെ ഒരു സംസ്ഥാനത്തെ അവഹേളിക്കാൻ വേണ്ടി, ഒരു മതവിഭാഗത്തെ ഡീമണൈസ് ചെയ്യാൻ വേണ്ടി, പൈശാചികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള തൊട്ടി സെപ്റ്റിക് ടാങ്ക് സിനിമകൾ എടുത്താൽ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്? സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാഷ്മി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട തലക്കെട്ട് പരിഗണനയ്ക്ക് വന്നു. ഗൂസ്കോർ പണ്ഡിറ്റ് എന്നാണ് ആ മനോജ് വാജ്പേയി അഭിനയിക്കുന്ന ആ സിനിമയുടെ തലക്കെട്ട് പേര്. ഗൂസ്കോർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോക്കിയൽ ഭാഷയാണ്. നമ്മുടെ നാട്ടിൽ കള്ളൻ പവിത്ര എന്നൊക്കെ പറഞ്ഞ പേരുള്ള പോലത്തൊരു സിനിമ പോലെ കള്ളൻ പണ്ഡിറ്റ് എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ 2 അംഗ ബെഞ്ച് പറഞ്ഞു, എങ്ങനെയാണ് ബ്രാഹ്മൺ വിഭാഗത്തെ എന്ന് ഊഹിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ അപമാനിക്കുന്നത്, അവഹേളിക്കുന്നത്? ഇത് മൊറാലിറ്റിക്കും ധാർമ്മികതയ്ക്കും പബ്ലിക് ഓർഡറിനും എതിരാണ്. ഒരു സിനിമയുടെ തലക്കെട്ടിലുള്ള ഒരു കൊളോക്കിയലായിട്ടുള്ള ഒരു പ്രത്യേകതയെ ഈ രൂപത്തിലാണ് സുപ്രീം കോടതി കണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ സെപ്റ്റിക് ടാങ്ക് സിനിമയെ സുപ്രീം കോടതി കാണേണ്ടത്? ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടിയിട്ട് അതിൻ്റെ ടീസർ പിൻവലിച്ചു. ടീസറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പെൺകുട്ടിയെ നിർബന്ധമായിട്ട് ഈ ബീഫ് തീറ്റിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഈ വിവരദോഷികളായ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ ഹിന്ദു വിഭാഗക്കാരൊന്നും ബീഫ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള BJP നേതാക്കൾ ബീഫ് കഴിക്കുന്നവരല്ലേ? അവരാരും അത് പറയാതിരുന്നിട്ടുണ്ടോ? എത്രയോ BJP നേതാക്കൾ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഡൽഹി ചെന്ന് കഴിയുമ്പോൾ ഈ കൗ എന്ന് പറയുന്നത് ഇവർക്ക് മമ്മിയാണ്, കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ എമ്മിയാണ്. ഇനി ഇവരുടെ കാപട്യത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. പാർലമെൻറ്റിൽ 2024 ഡിസംബറിൽ വന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയിൽ നമ്മുടെ സുനീറിൻ്റെ ഒരു ചോദ്യമാണ്.
ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ബീഫിന്റെ 59% ഇവർ പറയുന്ന ഡബിൾ എഞ്ചിൻ മാതൃകാ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്നാണ്. അങ്ങനെ ഉത്തർപ്രദേശിൽ നിന്ന് ബീഫ് ഉണ്ടാക്കിയിട്ട് കയറ്റുമതി ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.